അക്ബർ വലില്ലാഹിൽ ഹംദ്. അടുത്തതായി നമ്മുടെ ഈ സെഷനിലെ മുഖ്യ പ്രഭാഷണം നടക്കുകയാണ്. പ്രിയപ്പെട്ട അഭിവന്യ പ്രഭാഷകനും നമ്മുടെ ജാമിയ നൂരിയയുടെ പ്രശസ്ത സന്തതിയുമായ ബഷീർ ഫൈസി ദേശമംഗലം അവറുകൾ മുഖ്യ പ്രഭാഷണം നടത്തുന്നു. അതിനുവേണ്ടി ബഷീർ ഫൈസിയെ സ്നേഹപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. إن الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. ഹബീബിങ്ങളെ, ഡയസിലിരിക്കുന്ന അഭിവന്ദരായ സയ്യിദന്മാർ, സമസ്ത കേരള ജമിയത്തുലമയുടെ നേതാക്കൾ എല്ലാവരും ഒന്നിച്ച് അഭിവാദ്യം ചെയ്യുകയാണ്, അത്രയും സമയം ലാഭിക്കാൻ വേണ്ടി. ഇത് ഒരു സമ്മേളനമല്ല, മുമ്പാരോ പറഞ്ഞതുപോലെ ഒരാണ്ടറുതിയാണ്, ഒരു സ്പിരിച്വൽ സെലിബ്രേഷനാണ്, ആത്മീയതയുടെ ഉത്സവം. സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള സെഷനുകളൊക്കെ നടക്കുമ്പോഴും ജാമിയയിൽ പഠിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാമ്പസിൽ വരിക എന്നത് ഇവിടെ ഭൂതകാലത്തിന്റെ സ്മൃതികളെ പേർത്തും ഓർത്ത് നടക്കുക എന്നത് ഒരു ദർവേശിനെ പോലെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് പോലും മനോഹരമായ ഓർമ്മകളാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹാമുഖത്ത് കൈനീട്ടി കാവലിരിക്കുന്ന ഖിത്മീർ എന്ന നായയെ പോലെ എത്രയോ സംവത്സരങ്ങളുടെ മേളനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ ചീനിമരം പതിറ്റാണ്ടുകളുടെ ഓർമ്മ ഗർഭം ധരിച്ച് ഈ ക്യാമ്പസിൽ ഇങ്ങനെ കൈയാകാശത്തേക്ക് ഉയർത്തി നിൽക്കുകയാണ്. ഒരുപക്ഷെ ഈ ആണ്ടറുതിയിൽ ഓർക്കുന്നുണ്ടാകും ഈ ചീനി. മഹാനരായ സയ്യിദ് PMS പൂക്കോയ തങ്ങളെ കണ്ട സൗഭാഗ്യ നിമിഷങ്ങളെ, കൊയിലാണ്ടിക്കടപ്പുറത്തെ കാറ്റു കുറുകുന്നത് പോലും യമനിന്റെ മനോഹരിതയാണെങ്കിൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ പോലെ ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൾ വിടർത്തുന്ന റൈഹാൻ പൂവിതൽ പോലെ മനോഹരമായി ചിരിച്ചു കടന്നുപോയ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലെ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ പോലെ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള യമനി സാദാത്യങ്ങളുടെ ഓർമ്മ. 21-ാം നൂറ്റാണ്ട് കണ്ട മലയാളത്തിന്റെ ഇമാം ശാഫഈ എന്ന് അറിവാളന്മാർ വിളിച്ച ശംസുൽ ഉലമയുടെ ഓർമ്മ. കണ്ണീർത്തോരുടെ യാവദൂതെന്ന പ്രാർത്ഥനയുടെ മന്ദസ്മിതം പെയ്തിറങ്ങിയ ഓർമ്മ. പിന്നെയും കടന്നുപോയ, ഏതെങ്കിലും പേര് വിട്ടുപോകുമോ എന്ന സന്ദേഹത്തിൽ പേര് പറയാതെ പോയ എത്രയെത്രയോ മഹാരഥന്മാരായ സമത്വ കേരള ജമിയത്തുൽമയുടെ പണ്ഡിതന്മാരുടെ ഓർമ്മ. എത്രമേൽ വലിയ സൗഭാഗ്യത്തിന്റെ ഓർമ്മയാണ് ഈ സമ്മേളനം. കാലങ്ങൾ പിറകിലേക്ക് ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ ബാപ്പു ഹാജി എന്ന ഒരു ത്യാഗ മനുഷ്യന്റെ ഓർമ്മ കൂടി ഈ കിത്മീർ ഓർത്തെടുത്ത് കൊടുക്കുന്നുണ്ടാവും. ചുരുക്കത്തിൽ ഇതൊരു ആത്മസൗരഭ്യത്തിന്റെ ഉത്സവമാണ് ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ സമ്മേളനം. ലോകത്തിന്റെ, ഇന്ത്യയുടെ, കേരളത്തിന്റെ എസൻസ് പോലും സ്പിരിച്വാലിറ്റിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ഫീ യമനിനാ വശാമിനാ, യമനിലും ശാമിലും ബർക്കത്ത് ചെയ്യണമേ. യമൻ ലോകത്ത് പ്രസരിച്ച ഒരു മഹാ നേതൃഗരിമയുണ്ട്.
തെരീമിലെ ദ ഗ്രേവ്സ് ഓഫ് തെരീം ജിനിയോളജി ആൻഡ് മൊബിലിറ്റി അക്രോസ് ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. എങ് സംഗ്വേ എന്ന് പറയുന്ന ഇന്തോനേഷ്യക്കാരൻ. അദ്ദേഹം പാണക്കാട് വന്നിട്ടുണ്ട്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുമായി വലിയ സുഹൃത്ത് ബന്ധം സൂക്ഷിച്ച ഒരാളാണ് എങ് സംഗ്വേ. അദ്ദേഹം എഴുതിയ പുസ്തകം ദ ഗ്രേവ്സ് ഓഫ് തെരീം എന്നാണ്. തെരീമിലെ മസാറുകൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. കേരളത്തിലേക്ക് വന്ന എല്ലാ സദാത്യങ്ങളുടെയും പരമ്പര ചെന്ന് നിൽക്കുന്നത് അവിടെയാണ്. വേരുകൾ ചെന്ന് നിൽക്കുന്നത് അവിടെയാണ്. ബഫഖി ഖബീല, ബഅലവി ഖബീല, ശിഹാബ് ഖബീല, ജിഫ്രി ഖബീല, അൽ ഐദ്രൂസി ഖബീല, ബുഖാരി ഖബീല. സോവിയറ്റ് റഷ്യയിൽ നിന്നാണ് ബുഖാറ സദാത്തങ്ങൾ വന്നതെങ്കിലും സയ്യിദ് അഹമ്മദ് എന്ന് പറയുന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിലെ പേരക്കുട്ടിയുടെ ഒരു പേരക്കുട്ടിയാണ് USSRലേക്ക് പോയത്. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് സോവിയറ്റ് റഷ്യ. 17 പ്രവിശ്യകൾ ഉണ്ടായിരുന്നു സോവിയറ്റ് റഷ്യയിൽ. ബുഖാറ, സമർകന്ത്, അസർബൈജാൻ എന്നൊക്കെ പറയുന്നു. തകർത്തു കളഞ്ഞു. റഷ്യൻ ചെങ്കരടികൾ തകർത്തു കളഞ്ഞു ബുഖാറയെ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മണ്ണ് തകർത്തു കളഞ്ഞു. ചുരുക്കത്തിൽ ആ ബുഖാറയിൽ നിന്നാണ് ബുഖാരി സദാത്യങ്ങൾ വന്നത്. ജമലുല്ലൈലി ഖബീല ഇന്തോനേഷ്യയിലെ കച്ച് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് വന്നവരാണ്. അത് യമനിൽ നിന്ന് പോയ സയ്യിദ് അഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയുടെ പേരക്കുട്ടിയാണ്. കേരളത്തിലേക്ക് ആദ്യം വന്ന സയ്യിദ് ഖുത്ബ് ജമലുല്ലൈലി കടലുണ്ടി കടപ്പുറത്ത് വന്നിറങ്ങിയത് മുസല്ലയിൽ സുജൂദിലായിട്ടാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന, അവിടത്തെ നൂറാനിയത്തിന്റെ നാവിൽ നിന്നും മുൻപിൽ വന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ബാരിക് ഫീ യമനിന വശാമിന. യമനുമായി കണക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന സയ്യിദന്മാരുടെ ഒക്കെ പരമ്പര, ശംസുൽ ഉലമയുടെ പരമ്പര, സയ്യിദ് മുഹമ്മദ് കോയ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പരമ്പര ഒക്കെ അവിടെ ചെന്ന് നിൽക്കുന്നുണ്ട്. ഇനി മദീനയുമായി കണക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലാഹുമ്മ ബാരിക് ഫീ യമനിന വശാമിന. ഷാം എന്ന് പറയുന്നത് ഒരു പ്രദേശം, ഒരു കൺട്രി മാത്രമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ ഇപ്പൊ ഇനി ദജ്ജാൽ വരുമെന്ന് പറയുന്നുണ്ട്. അത് ഖുറാസാനിൽ നിന്ന് വരുമെന്ന് പറഞ്ഞാൽ ഖുറാസാൻ എന്ന് പറയുന്ന ഒരു റിപ്പബ്ലിക് ഉണ്ടായിട്ടല്ല, കുറെ ഏരിയയെ കുറിച്ച് പറയുന്ന ഒരു പേരാണ്. സൗദി അറേബ്യയുടെ എല്ലാ ഭാഗങ്ങളും അതിൽ പെടില്ല. മദീനയുടെ ഭാഗങ്ങളൊക്കെ പെടുന്ന ഒരു ഏരിയ ഉണ്ടാവും. എങ്കിൽ പ്രവാചകർ ഷാമിലേക്ക് പോയി എന്നൊക്കെ പറയാലോ. അവരുടെ കച്ചവടത്തിന് പോയി എന്ന് പറയുന്നത് ഷാമിന്റെ വേറൊരു ഭാഗമാണ്. ചുരുക്കത്തിൽ മദീനയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ആ പ്രാർത്ഥന. റിയാദ് അതിൽ പെടില്ല, ഉയൈന അതിൽ പെടില്ല, ഇബ്നു അബ്ദുൽ വഹാബ് വന്ന ക്യാപിറ്റൽ സിറ്റി ഓഫ് സൗദി അറേബ്യ അതിൽ പെടുന്നില്ല. അപ്പൊ മദീനയും യമനുമാണ് ലോകത്ത് നേതൃഗരിമയുടെ, ഇൽമിന്റെ, തഖ്വയുടെ, വിജ്ഞാനത്തിന്റെ മഹാപ്രകാശ ഗോപുരങ്ങളെ ഉണ്ടാക്കിയത്. ഇത് ചരിത്രത്തിന്റെ വസ്തുതയാണ്. കേരളത്തിൽ വൈജ്ഞാനിക വിപ്ലവങ്ങൾക്ക് തിരികൊളുത്തിയ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പരമ്പര അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലൂടെ കടന്നുപോയി ഇലൽ മദീന, മദീനയിൽ എത്തുന്നുണ്ട്. യമനി മദീനി പാരമ്പര്യം, അതാണ് ജാമിഅ നൂരിയ. തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തിൽ നിന്നാണ് അലി മഅബർ കൊച്ചിയിലെത്തുന്നത്. അവരുടെ കൂടെയാണ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ പൊന്നാനിയിൽ എത്തിച്ചേരുന്നത്. ഈ കായൽ പട്ടണത്തേക്ക് വന്ന അവരുടെ പൂർവ്വ പരമ്പര അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലൂടെയാണ് കടന്നു പോകുന്നത് മദീനയിൽ. ഉമർ ഖാലി റളിയല്ലാഹു അൻഹു അവരുടെ പരമ്പര മദീനയിൽ എത്തിച്ചേരുന്നുണ്ട്. നമുക്ക് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു രാജ്യമായി ഇന്ത്യ മാറിയത് എന്തുകൊണ്ടാണ്? ഇത്രയധികം സയ്യിദന്മാർ, പണ്ഡിതന്മാർ അനുധാവനം ചെയ്യപ്പെട്ട, സന്ദർശനം അവരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു ഏരിയ ലോകത്ത് വേറെ എവിടെയും ഇല്ല. പശ്ചിമേഷ്യയിൽ അങ്ങനെയില്ല, ആഫ്രിക്കൻ കൺട്രീസിലില്ല, യൂറോപ്യൻ കൺട്രീസിലില്ല. ഏഷ്യയിലാണ്, അത് ഇന്ത്യയിലാണ്, അത് കേരളത്തിലാണ്. കേരളത്തിന് പുറത്തേക്ക് നോക്കൂ, മഹാനരായ അജ്മീർ ഖ്വാജ മഈനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹു കാഴ്സം പ്രഭു എഴുതിയ ഒരു പുസ്തകമുണ്ട്, India ruled by a grave since 6th century, the king of India, Khwaja Mu'inuddin Chisti al-Ajmi radiyallahu anhu.
ഇന്ത്യ നിയന്ത്രിക്കുന്നത് ഒരു ഖബറാണ് എന്നാണ് ആ പുസ്തകത്തിൽ അയാൾ പറയാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം മുസ്ലിം അല്ല, സമസ്തക്കാരനല്ല, അമുസ്ലിമായ ഒരാളാണ്. 6 നൂറ്റാണ്ടുകളായി അതാ പുസ്തക കാലഗണനയുടെ കാലഘട്ടമാണ്. ദ കിങ് ഓഫ് ഇന്ത്യ. നമ്മുടെ ഉസ്താദ്മാര് ദുആ ചെയ്യുമ്പോൾ പറയും വൈല ഹദറത്തി സുൽത്താനിൽ ഹിന്ദ് ഖജാ മുഈനുദ്ദീൻ. അതിന്റെ അറബി ഇംഗ്ലീഷ് ആക്കി പറയാണ് ദ കിങ് ഓഫ് ഇന്ത്യ. ഇതാരാണ് പറയുന്നത്? ഒരു അമുസ്ലിം. ഈ രാജ്യത്തിന്റെ സ്നേഹ സൗഹാർദ്ദങ്ങളെ നിലനിർത്തുന്നതിൽ, ഈ രാജ്യത്തിന്റെ മതകീയ അന്തരീക്ഷം പ്രശ്നബാധിതമല്ലാതെ നിലനിർത്തുന്നതിൽ, ഇതര മതവിഭാഗങ്ങളോടുള്ള കൊള്ളക്കൊടുക്കലുകളുടെ മനോഹരമായ ഊഷ്മളതയെ നിലനിർത്തുന്നതിൽ ഖാജാ മുഈനുദ്ദീൻ തങ്ങളും സൂഫിയാക്കളും സാദാത്യങ്ങളും പണ്ഡിതന്മാരും വഹിച്ച പങ്ക് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന മഹാനരാണ് ഖാജാ മുഈനുദ്ദീൻ തങ്ങൾ. എന്നിട്ട് പോലും അവരെ എതിർക്കാൻ ഒരു ഹിന്ദു ഈ രാജ്യത്ത് തയ്യാറായില്ല. എനിക്ക് തോന്നുന്നത് ജവഹർലാൽ നെഹ്റു ഒഴികെയുള്ള ഇന്ത്യ ഭരിച്ച എല്ലാ പ്രധാനമന്ത്രിമാരും, എന്റെ ഒരു നിരീക്ഷണമാണ്, ഇപ്പോഴുള്ള പ്രൈം മിനിസ്റ്റർ അടക്കം, അദ്ദേഹം ഇപ്പൊ കേരളത്തിലുണ്ട്, രാജസ്ഥാനിലെ അജ്മീറിൽ പോയി അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പോ ശേഷമോ ഖാജാ മുഈനുദ്ദീൻ തങ്ങളുടെ മുന്നിൽ ചാമർ സമർപ്പിച്ചിട്ടുണ്ട്. ജവഹർലാൽ ഒരു പക്ഷേ പോയിട്ടുണ്ടാകില്ല, അദ്ദേഹം ഒരു മതനിഷേധിയായിരുന്നു, എന്നാൽ മതവിരോധിയായിരുന്നില്ല. ദൈവനിഷേധിയായിരുന്നു, പക്ഷെ മതവിരോധിയായിരുന്നില്ല. ഇപ്പൊ അങ്ങനെയല്ല, മതവിരോധികളുമാണ് മതനിഷേധികളുമാണ് പലരും. ഞാൻ പറയാൻ ശ്രമിച്ചത് ഖാജാ തങ്ങളുടെ സൂഫി പാരമ്പര്യമാണ്, യമനി മദീനി പാരമ്പര്യമാണ് ഇന്ത്യയിൽ ഇത്ര മനോഹരമാം വിധത്തിൽ ഇസ്ലാം പ്രചാരം സിദ്ധിക്കാൻ കാരണം. ദ ഡയമെൻഷൻ ഓഫ് സൂഫിസം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഹളറത്ത് നിസാമുദ്ദീൻ ഔലിയെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആൻ മേരി ഷിമ്മൽ എന്ന ഒരു എഴുത്തുകാരിയാണ് അത് എഴുതിയിട്ടുള്ളത്. അവർ പറയും ഇന്ത്യയിൽ ഇസ്ലാമിക പ്രചാരണത്തിന് നിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹു അവരുടെ സൂഫി ഇസ്ലാം പാരമ്പര്യം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന്. ജാമിയയിൽ വരാനിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹമേ, ലോകമെമ്പാടും ഇത് കേൾക്കാൻ ശ്രമിക്കുന്നവരെ, ഇസ്ലാമിന്റെ ആശയം സ്പിരിച്വാലിറ്റിയാണ്, ആത്മീയതയാണ്. ഇവിടെ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞൊരു വാക്ക് 3 തവണ അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു, പാരമ്പര്യത്തെ മറന്നു പോകരുത് എന്ന്. അതൊരു വാക്കാണ്. നമ്മുടെ പാരമ്പര്യം അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ്. നമ്മുടെ പാരമ്പര്യം സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. നമ്മുടെ പാരമ്പര്യം സ്പിരിച്വാലിറ്റിയാണ്, ആത്മീയതയാണ്. അതിനെതിരെ നിൽക്കുന്ന സംവിധാനങ്ങളാണ് പുറത്തുള്ള സംവിധാനങ്ങളെല്ലാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മഹാനരായ മമ്പുറം തങ്ങൾ ഉപ്പാപ്പയുടെ ചരിത്രത്തില്, ഉമർ ഖാലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തില്, ഈ രാജ്യത്തിന്റെ നിർമ്മിതിയിൽ വലിയ പങ്കാളിത്തം വഹിച്ച ആളുകൾ കൂടിയാണ് അവർ. ഉമർ ഖാലി റളിയല്ലാഹു അൻഹു സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടത്തിന് മുന്നിൽ നിന്നില്ലേ? ഞാൻ വരുന്നത് ചാവക്കാട് നിന്നാണ്. ചാവക്കാട്ടെ തുക്കിടി കച്ചേരിയിൽ നികുതി നിഷേധ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മുമ്പ്, ഗാന്ധിജി നികുതി നിഷേധ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മുമ്പ് നികുതി തരില്ലെന്ന് പ്രഖ്യാപിച്ച ഉമർ ഖാലിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ, വന്നേരിയിലൂടെ കോഴിക്കോട്ട് ജയിലിലടക്കാൻ കൊണ്ടുപോകുമ്പോ, വഴിയോരങ്ങളിൽ കൈയുയർത്തി മുദ്രാവാക്യം വിളിച്ചത് മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല. ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടങ്ങുന്ന ഒരു സമൂഹം ഈ മതപണ്ഡിതനെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന തരത്തിൽ നമുക്കതൊന്ന് സങ്കല്പിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഫേസ്ബുക്കിൽ എന്താണ് പോസ്റ്റ് ഉണ്ടാവുക? ഇപ്പോഴേ പോസ്റ്റ് വരുന്നത് എന്തുകൊണ്ടൊക്കെയാണ്? ഏതെങ്കിലുമൊക്കെ പ്രസംഗം ഒന്ന് പാളി പോകുമ്പോഴേക്കും വരുന്ന കമന്റ്സുകൾ എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതൽ മതകീയ അവബോധമുള്ള, ആത്മീയ അവബോധമുള്ള ഒരു കാലത്ത് അത്രമേൽ വർഗീയതയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. കാരണം നമ്മൾ പ്രസരിപ്പിച്ചത് യമനി മദീനി വിജ്ഞാനത്തിന്റെ പാരമ്പര്യമായിരുന്നു. ഇന്നങ്ങനെ തന്നെയാണോ എന്ന് നമ്മൾ ആലോചിച്ചു. ഇന്നൊരു മഴ പെയ്യുമ്പോൾ ഒരു പള്ളിയുടെയോ ഒരു അമ്പലത്തിന്റെയോ ഒരു സൈഡിൽ കയറി നിന്നാൽ പോലും രാജ്യദ്രോഹിയായി മാറിപ്പോകും. ഊഷ്മളമായ കൊള്ളക്കൊടുക്കലുകളുടെ ആദാന പ്രധാനങ്ങളുടെ മനോഹരിത ഈ രാജ്യം കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു.
നമുക്കത് എവിടെ നിന്നാ ലഭിച്ചത്? അത് മുഹമ്മദീയ പാരമ്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മദീനി വിജ്ഞാനത്തിന്റെ പാരമ്പര്യമാണ്. അത് യമനി ആത്മീയതയുടെ പാരമ്പര്യമാണ്. അവർ പ്രസരിപ്പിച്ചത് ആ മനോഹരിതയാണ്. യമനിൽ തെരീബിൽ ഒരു പട്ടണം തന്നെ പണിതു മുത്തുനബിയുടെ പേരക്കുട്ടികൾ. ഒരു പട്ടണം, ഒരു സാമ്രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്പിരിച്വൽ എംപയർ ഉണ്ടാക്കി. അവര് പലരും അവിടെ വിട്ടുപോകുമ്പോൾ അവിടുത്തെ ആളുകൾ നിലവിളിച്ചു. പലസ്തീനിന്റെ മണ്ണിൽ ശത്രു സർപ്പങ്ങളുടെ പത്തി തകർത്ത് ഹിത്തീനിന്റെ മണ്ണിൽ കത്തിജ്വലിച്ച സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി അവിടെ നിന്ന് വിട്ടുപോകുമ്പോൾ അവിടുത്തെ ക്രൈസ്തവർ, അവിടുത്തെ ജൂതർ, അവിടുത്തെ മുസ്ലിങ്ങൾ ഒന്നിച്ച് നിലവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, സലാഹുദ്ദീൻ, ഞങ്ങളെ അനാഥരാക്കി പോകരുത് നിങ്ങൾ. സലാഹുദ്ദീൻ അവരൊരു ഭരണാധികാരി മാത്രമായിരുന്നില്ല, അവർ സ്പിരിച്വാലിറ്റിയുടെ ആളായിരുന്നു എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ലോകത്തെവിടെയൊക്കെ ആത്മീയത വർക്കൗട്ട് ചെയ്തിട്ടുണ്ടോ അതിൽ നിന്ന് ഉത്ബുദ്ധമാകുന്ന ജ്ഞാനഗോപുരങ്ങളെ വെളിച്ചം നൽകിയിട്ടുണ്ടോ? കണ്ണിയത്ത് ഉസ്താദിന് വേണ്ടിയിട്ടല്ലേ ഈ മലബാറിൽ, നിങ്ങളുടെ മലബാറിൽ ക്ഷേത്രത്തിന്റെ മതിൽ പൊളിച്ചു കൊടുത്ത് സമത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡൻഷ്യൽ പദവിയിൽ 4 പതിറ്റാണ്ട് കാലം സായൂജ സാരഥ്യ സൗരഭ്യമായ കണ്ണിയത്ത് ഉസ്താദിന് വേണ്ടി മതിൽ പൊളിച്ച നാടാണ് ക്ഷേത്രത്തിന്റെ മതിൽ. നമ്മൾ പൊളിച്ചതല്ല, അവര് പൊളിച്ച നാടാണിത്. ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും നമ്മുടെ വഴി അടക്കൂലേ? നമ്മൾ അവരുടെയും വഴി അടക്കൂലേ? ഈ സമുദായം, ഈ സമൂഹം കമ്മ്യൂണൽ എന്താ പറയാ, ഹാർമണി ഇല്ലാതെ അതിവേഗം ശിഥിലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അതിനിർണായകമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത് ഹൃദയം കൊണ്ട് കേൾക്കണം. ആത്മീയ പാരമ്പര്യത്തിന്റെ ജ്ഞാനത്തിനല്ലാതെ ഈ സമൂഹത്തെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ കഴിയില്ല. ജാമിയ പ്രസരിപ്പിച്ചത്, പിന്നിട്ട പതിറ്റാണ്ടുകളിലൊക്കെ ജാമിയ ഫൈലിമാർക്ക് പകർന്നു നൽകിയത് ഈ ഗുരുസിദ്ധമായ ജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ചാണ്. മാതാപിതാ ഗുരു ദൈവം എന്ന് ഒരു ഭാരതീയ കോൺസെപ്റ്റ് ഉണ്ട്. മാതാപിതാ ഗുരു ദൈവം, മാതാപിതാ ഗുരു ദൈവം. പക്ഷെ അവിടെ മാതാപിതാ ഗൂഗിൾ ദൈവം എന്നായിട്ടുണ്ട്. ഇപ്പോൾ ഗുരുവിനെ വെട്ടിക്കളഞ്ഞു, അവിടെ ഗൂഗിളാണ് ഇപ്പൊ നമ്മളെ പലതും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ചിലപ്പോ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് വഴി തെറ്റി പോകുന്നുണ്ട്. അത് സുന്നത്ത് ജമാഅത്ത് എന്ന ആത്മീയമായ ഈ യമനി മദീനി പാരമ്പര്യത്തിന്റെ നമ്മുടെ സദാത്യങ്ങളും നമ്മുടെ ഉലമാക്കളും കേരളത്തിന് പകർന്നു നൽകിയ ഈ മഹാശയമാണ് മഹാവെളിച്ചമായിട്ടുള്ളത്. ഇത് കേരളത്തിന്റെ പ്രത്യേകതയൊന്നുമല്ല. നമ്മൾ കേരളത്തെ എങ്ങനെ ഇടക്കിടക്ക് പറയുന്നത് കേരളത്തിന്റെ, എനിക്കതിനോട് യോജിപ്പാണ്. ഇത് കേരളത്തിന്റെ പ്രത്യേകതയല്ല, ഇത് മദീനയുടെ പ്രത്യേകതയാണ്, ഇത് യമനിന്റെ പ്രത്യേകതയാണ്, ഇത് ലോകത്ത് കഴിഞ്ഞ കാലത്ത് ഇസ്ലാമിന്റെ പ്രത്യേകതയാണ്. ഇതില്ലാത്ത കേരളത്തിന് പുറത്ത് നിങ്ങൾ നോക്കൂ. സയ്യിദന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഈ സമഞ്ജസമായ സമന്വയ സാരഥ്യമില്ലാതെ പോയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ നിങ്ങൾ എടുത്തു നോക്കൂ. പേപ്പട്ടികളെ പോലെ ജീവിക്കേണ്ടി വന്ന ഒരു ജനത. മുംബൈയിലെ റൊട്ടി നിർമ്മാണശാലകളിൽ കരിമ്പുകയേറ്റ് പെടയുന്നവന്റെ പേരാണ് ഇന്ത്യൻ മുസൽമാൻ. രാജസ്ഥാനിലെ മാർബിൾ കോറികളിൽ ശരീരം വിണ്ടുകീറി നിലവിളിക്കുന്നവന്റെ പേരാണ് ഇന്ത്യൻ മുസൽമാൻ. കൊൽക്കത്തയുടെ നഗരവീഥികളിലെ നാറുന്ന അഴുക്കുചാലുകൾക്ക് മുകളിൽ ചെരുപ്പ് തുന്നുന്നവന്റെ പേരാണ് ഇന്ത്യൻ മുസൽമാൻ. എന്തിന് തൊട്ടടുത്ത കർണാടകയിൽ ഇവിടെ സ്പീക്കർ വരാൻ പോകുന്നുണ്ട്, റിക്ഷാ വണ്ടി വലിച്ചു പോകുന്നവന്റെ പേരാണ് ഇന്ത്യൻ മുസൽമാൻ. സൂറത്തിലെ പട്ടുനൂൽ വ്യവസായ കേന്ദ്രങ്ങളിൽ പുഴുക്കളെ പോലെ നരകിക്കുന്നവന്റെ പേരാണ് ഇന്ത്യൻ മുസൽമാൻ. അവിടെ നിങ്ങൾ കേരളത്തിന്റെ മനോഹരമായ ഒരാശയം എടുത്തു നോക്കൂ. തെന്നിന്ത്യയിലെ ഉന്നത കലാലയമായ ഉമ്മുൽ മദാരിസ് എന്ന ജാമിയയുടെ അധിപന്മാർ, യൂണിവേഴ്സിറ്റികളുടെ അധിപന്മാർ, മഹാപണ്ഡിതന്മാരെ വാർത്തെടുത്ത ദർസിന്റെ അധിപന്മാർ, 10,000-ത്തിലേറെ മദ്രസകളെ സമ്മാനം ചെയ്ത ഒരു മഹാ പ്രസ്ഥാനത്തിന്റെ അധിപന്മാർ. നമ്മൾ മാത്രമല്ല, നമ്മുടെ പുറത്തു നിൽക്കുന്ന സംഘടനകൾക്കും ഇത്രയൊന്നും അവകാശപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്കുമുണ്ട് സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ഒക്കെ. പൊതുവിൽ കേരളം ഉണ്ടാക്കിയെടുത്ത ആ പാരമ്പര്യം എങ്ങനെയാണ് സിദ്ധിച്ചത്? ഇതെപ്പോഴും വരാനിരിക്കുന്ന തലമുറകൾ മറന്നു. ഇത് നഷ്ടപ്പെടുമ്പോഴാണ്, ഇത് ഇല്ലാതെയാകുമ്പോഴാണ് ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളെ പോലെ നരകിക്കേണ്ടവരായി വരിക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഹ്ലുസുന്ന വൽ ജമാഅ മുന്നോട്ട് വെക്കുന്ന ഈ സൂഫി പാരമ്പര്യം, ഇവിടെ ആവർത്തിച്ച് സാദിഖ് അലി തങ്ങൾ പറഞ്ഞ പാരമ്പര്യ തനിമയുള്ള ഈ വിജ്ഞാനമാണ് ജാമിയ സമ്മാനിച്ചതെങ്കിൽ ആ വെളിച്ചം പൂർവോപരി മനോഹരമായി പതിറ്റാണ്ടുകളിലേക്ക്, അല്ല പുരുഷാന്തരങ്ങളിലേക്ക്, ഒന്നുകൂടി മോഹിച്ചു പറഞ്ഞാൽ മഞ്ഞുന്തരങ്ങളിലേക്ക്, സഹസ്രാബ്ദങ്ങൾ സംഭവിക്കുമ്പോഴാണ് മഞ്ഞുന്തരം ഉണ്ടാകുന്നത്. മഹാവെളിച്ചമായി ജാമിയ നൂരിയയുടെ സന്തതികൾ പ്രകാശം പരത്തട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് നമുക്ക് സ്നേഹത്തോടെയും ഐക്യത്തോടെയും അടുത്ത കൊല്ലം ഒന്നിച്ചൊരുമിച്ച് കൂടാൻ കൂടി അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എനിക്ക് അവൻ നിയോഗിക്കപ്പെട്ട സമയത്ത് 1 മിനിറ്റ് കൂടിയുണ്ട്. വാഖിർ ദഅവതി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ ഹയ്യ ശിഹാബ് തങ്ങൾ അവറുകൾ സദസ്സിനോട് സംവദിച്ചുകൊണ്ട് അനുഗ്രഹ ഭാഷണം നടത്തുന്നു. ബഹുമാനപ്പെട്ട നാസർ ഹയ്യ ശിഹാബ് തങ്ങൾ അവറുകളെ ആദരപൂർവ്വം അതിനുവേണ്ടി ക്ഷണിക്കും.